ഹിന്ദ് റജബ് എന്ന് പറയുന്ന പെൺകുട്ടിയെ നമുക്ക് മറക്കാനാവില്ല. അവളെ നമ്മൾ ഓർത്തിരിക്കുന്നത് നമ്മുടെ മലാലയെപ്പോലെ അമേരിക്കയും ഐക്യരാഷ്ട്രസഭയും ചേർന്ന് ദിവ്യവൽക്കരിച്ചാഘോഷിച്ച് അന്തരീക്ഷത്തിൽ നിർത്തി കോടികൾ മുടക്കി ബ്രാൻഡ് ചെയ്ത് പ്രചരിപ്പിച്ചതുകൊണ്ടല്ല. ഹിന്ദ് റജബ് എന്ന മകൾ 2024 ജനുവരിയിൽ ഫലസ്തീനിൽ തൻ്റെ കുടുംബത്തിൽപ്പെട്ട മുഴുവൻ ആളുകളെയും ഇസ്രയേൽ സൈന്യം വധിച്ചതിൻ്റെ നടുവിൽ നിന്ന് എൻ്റെ കണ്ണുകളിലേക്ക് ഇരുട്ട് വരുന്നു, എന്നെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോകൂ എന്ന് പറഞ്ഞ് അവസാന സന്ദേശവും ഉറക്കെ പറഞ്ഞ 7 വയസ്സുകാരിയായ ആ മകളെ നിർദാക്ഷിണ്യം ക്രൂരമായി വീണ്ടും കൊന്നുകളഞ്ഞ ആ ബന്ധുക്കളോടും കുടുംബത്തിനോടുമെല്ലാമൊപ്പം ഒടുവിൽ അവിടെയും ജീവിതം അവസാനിപ്പിച്ച, ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത ആ മകളെ കൊലപ്പെടുത്തിയ സൈനിക സംഘത്തിൻ്റെ കമാൻഡർ അവൻ ലെബനനിൽ കൊല്ലപ്പെട്ടത്രേ. ലെബനനിലെ ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ 52-ാം ബറ്റാലിയൻ എന്ന ഏറ്റവും ക്രൂരത പ്രവർത്തിച്ച ഇസ്രയേലിലെ ആ ബറ്റാലിയൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കമാൻഡൻറ്റ് ലെഫ്റ്റനൻറ്റ് കേണൽ ഗഡാലിയ ഗഡാലിയ ബെൻ സിംഹോൻ എന്നാണ് അവൻ്റെ പേര്. അവൻ്റെ ഗഡാലിയ ബെടാ ഗഡാലിയ ഇനി അവൻ്റെ കോടാലിയായി അതങ്ങ് അവസാനിക്കുകയാണ് ചെയ്തത്. ഇനി അവനെന്തായാലും ഈ ഭൂമിയിൽ ഒരാളിനെയും കൊല്ലാനാവില്ല. അയാളോടൊപ്പം 3 സൈനികരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഹിന്ദ് റജബിൻ്റെ കൊലപാതകം ലോകം മുഴുവൻ ഞെട്ടിയതാണ്. ലോകത്ത് ഞെട്ടി മനുഷ്യരൊക്കെ വേദനിച്ച് പ്രാർത്ഥിച്ച് സങ്കടത്തോടെ ഉള്ളിൻ്റെ ഉള്ളിൽ നീറി കരഞ്ഞെങ്കിലും ഹിന്ദ് റജബിൻ്റെ പേര് അമേരിക്ക പബ്ലിഷ് ചെയ്യില്ല, അത് ആഘോഷിക്കില്ല, അത് പ്രസിദ്ധപ്പെടുത്തില്ല. കാരണം അത് സയനിസ്റ്റ് ക്രൂരതയുടെ ഇരയാണ്. ഒരുപക്ഷേ ഉടയതമ്പുരാൻ പടച്ചവൻ ഈ കരാർ ഒപ്പിട്ടതിന് ശേഷവും വീണ്ടും ലെബനനിലേക്ക് ആക്രമിക്കാൻ ഈ പറഞ്ഞ സൈന്യത്തെ പറഞ്ഞയക്കാൻ ഈ നെതന്യാഹു എന്ന് പറയുന്ന ഈ കരാർ മാനിക്കാത്ത ആ ഭരണാധികാരിയെ തോന്നിപ്പിച്ചത് യവൻ്റെ റൂഹ്, യവൻ്റെ ജീവൻ ആ ലെബനനിലെ മണ്ണിൽ ഇതുപോലെ തന്നെ കൊല്ലപ്പെടാൻ വേണ്ടിയായിരുന്നിരിക്കണം. യവനോടൊപ്പം 4 പേർ കൂടി കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈ കരാർ ഒപ്പിട്ടതിന് ശേഷം നടന്ന ആക്രമണത്തിലാണ് തെക്കൻ ലെബനനിലേക്ക് ഇരച്ചു കയറിയ അവരെ ഹിസ്ബുള്ളയുടെ പോരാളികൾ വകവരുത്തിയത്, കൊന്നുകളഞ്ഞത്. ഈ 52-ാം റെജിമെൻറ്റിനെതിരെ ലോകം മുഴുവൻ അന്ന് പ്രതിഷേധമുണ്ടാവുകയും ഈ ഹിന്ദ് റജബ് എന്ന് പറയുന്ന കുഞ്ഞിനെ കൊന്നതിനെതിരെ അവിടുത്തെ റെഡ് ക്രസൻറ്റും അതുപോലെ തന്നെ റെഡ് ക്രോസും അടക്കമുള്ള എല്ലാ സൊസൈറ്റികളും എല്ലാ സംഘടനകളും അതിനെതിരെ വളരെ ശക്തമായി രംഗത്ത് വന്നിരുന്നു. തൻ്റെ 4 സഹോദരങ്ങൾക്കും കുടുംബത്തോടുമൊപ്പം ടെൽ അൽഹവയിലായിരുന്നു റജബ് ഉണ്ടായിരുന്നത്. ആ അക്രമ സമയത്ത് എല്ലാവരെയും കൊല്ലുമ്പോൾ കരഞ്ഞ് കൊല്ലരുതെന്ന് അഭ്യർത്ഥിക്കുന്ന ആ കുഞ്ഞിനെ കൂടി ഏറ്റവും ഒടുവിൽ കൊന്നുകളഞ്ഞ അതിൻ്റെ തുടർച്ചയെന്നോണമാണ് ആ കൊല്ലപ്പെട്ട കൊലയാളിയെ ഒരുപക്ഷെ വീണ്ടും സ്ഥാനമാനങ്ങൾ നൽകി ഇനിയും മനുഷ്യരെ കൊല്ലാൻ നിയോഗിക്കുന്നത് ശരിയല്ല എന്ന് തീരുമാനിച്ച ഉടയതമ്പുരാൻ അവനെയും സമാനമായ രീതിയിൽ കൊന്ന് ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുന്നത്. ഈ റജബിൻ്റെ കഥ ദ വോയിസ് ഓഫ് ഹിന്ദ് റജബ് എന്ന പേരിൽ പിന്നീട് ഒരു സിനിമയാക്കി അത് പുറത്തുവിട്ടിരുന്നു. പല രാജ്യങ്ങളും അത് പ്രസിദ്ധീകരണ അനുമതി നൽകിയില്ല, അത് പ്രദർശിപ്പിച്ചില്ല. അത് രാജ്യ താൽപ്പര്യങ്ങൾക്കും രാജ്യങ്ങൾക്കിടയിലുള്ള ബന്ധങ്ങൾക്കും ഒക്കെ കുറ്റകരമാവും, അത് ശരിയല്ലാത്തതാകും എന്ന് പറഞ്ഞാണ് അത്തരത്തിൽ ചെയ്തത്. ഏതായാലും ഹിന്ദ് റജബിനെ കൊന്ന ഈ 52-ാം ബറ്റാലിയൻ തെക്കൻ ലെബനനിലെ കഫാർത്തിബിനിത്ത് എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ച് ഇവർ സഞ്ചരിച്ചിരുന്ന മെർക്കവ എന്ന് പറയുന്ന ടാങ്കിന് നേരെയാണ് ഹിസ്ബുള്ള ഡ്രോണാക്രമണവും മിസൈൽ ആക്രമണവും നടത്തിയത്. ഇയാളും ഇയാളോടൊപ്പമുള്ള 3 പേരും കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ 2024 ഹിന്ദ് റജബിനെ കൊല്ലുമ്പോൾ അവർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് നേരെ 335 തവണയാണ് വെടിയുതിർത്തത്. കുടുംബാംഗങ്ങളെല്ലാം മരിച്ചു വീണപ്പോൾ തന്നെ രക്ഷിക്കണമെന്ന് കെഞ്ചിയ ആ കുഞ്ഞിനെപ്പോലും കൈവിട്ടുകൊണ്ടാണ് ഈ IDFൻ്റെ 52-ാം ബറ്റാലിയൻ ഇത് ചെയ്തതെങ്കിൽ അവർക്ക് ഇന്നലെ ലെബനനിൽ നേരിട്ട തിരിച്ചടികൾ ഭയാനകമായിരുന്നു. ഈ ബറ്റാലിയൻ്റെ എല്ലാ കമാൻഡർമാരും ഗസയിലും ലെബനനിലും വെച്ച് നടന്ന പോരാട്ടങ്ങളിൽ ഗുരുതരമായി പരിക്കേൽക്കുകയോ കൊല ചെയ്യപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. ഇതിലേറ്റവും ഒടുവിലായി ചുമതലയേറ്റ കമാൻഡറാണ് ഗഡാലിയ ബെൻ സിംഹോൻ. ഇയാളാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ
ഈ പറഞ്ഞ രീതിയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഈ കമാൻഡർക്കെതിരെ ക്രിമിനൽ കോർട്ടിൽ, ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൽ ഹിന്ദു റജബ് ഫൗണ്ടേഷൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഇതേ ബറ്റാലിയനിലെ ടാങ്ക് ക്രൂ അംഗങ്ങളായ മേജർ സീൻ ഗ്ലാസ്, ഇദായ് ഷുക്രിക്കോവ് എന്നിവരാണ് വെടിയുതിർത്തതെന്നും ഇതിൽ തെളിഞ്ഞിരുന്നു. അവരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതായത് ഹിന്ദു റജബും കുടുംബവും പൂർണ്ണമായി എങ്ങോട്ട് പോയോ ആ ഉടയതമ്പുരാൻ്റെ അടുത്തേക്ക് ആ കൊന്നവരും പോയിരിക്കുന്നു എന്നർത്ഥം.